പൾസ് ആരോഗ്യ പങ്ക്തിയിലേക്ക് സ്വാഗതം. ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ ആപ്തവാക്യം. ഏത് കാര്യത്തിലും സ്ത്രീകൾ പ്രത്യേക പരിഗണന അർഹിക്കുന്നു, പ്രത്യേകിച്ച് ആരോഗ്യകാര്യങ്ങളിൽ. പലപ്പോഴും പ്രായം ചെന്നു കഴിയുമ്പോൾ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സ്ത്രീകളിൽ ഉണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ എപ്പോഴാണ് പ്രായം ചെല്ലുന്നത്? എന്താണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ? അവയ്ക്ക് ഏത് രീതിയിലാണ് പരിഹാരം കാണേണ്ടത്? ഇതേക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് തിരുവനന്തപുരത്തെ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ മധുരവല്ലി തമ്പിയാണ്. മാഡം, ഈ പ്രായം ചെല്ലുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ അത്രത്തോളം അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ഒരു സംഗതിയല്ല. യഥാർത്ഥത്തിൽ എന്താണ് ഈ പ്രായം ചെല്ലുന്നു എന്ന് പറയുന്നത്? എപ്പോഴാണ് നമുക്ക് പ്രായമായി അല്ലെങ്കിൽ പ്രായം വർദ്ധിക്കുന്നു എന്ന് കരുതേണ്ടത്? ഡോക്ടർ ശ്രീജിത്ത്, ഇപ്പം ആധുനികതയിൽ സ്ത്രീകൾക്ക് പ്രായം ചെല്ലുന്നത് ഇഷ്ടമില്ല. മേക്കപ്പും മറ്റ് സകല സൗകര്യങ്ങളും വെച്ചിട്ട്, ഇൻക്ലൂഡിങ് മീ, എപ്പോഴും അവർ ചെറുപ്പം ആയിരിക്കണമെന്നുള്ള ഒരു ചിന്താഗതിയാണ്. അതേസമയം ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. പ്രായം 13ാമത്തെ വയസ്സിൽ കൗമാരം, പിന്നെ യൗവനം, അത് കഴിഞ്ഞിട്ട് മധ്യവയസ്ക. ആ സമയത്തോടടുപ്പിച്ച്, അതായത് ഒരു 40 വയസ്സോടടുപ്പിക്കുമ്പോഴാണ് നമുക്ക് പ്രായം നിയമപ്രകാരം തോന്നേണ്ടത്. പക്ഷേ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്രിമമായ പല മാർഗങ്ങൾ സ്വീകരിച്ചാലും പ്രായം തന്നെയാണ്. ആ സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മാഡം സൂചിപ്പിക്കുന്ന ഉദ്ദേശം ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴേക്ക് 40+ ആവുമ്പോഴേക്ക് മീൻസ് പ്രായമായി തുടങ്ങുന്നവരിലെ ചെറുപ്പക്കാരാണ്. അതെ, അതാണ് ഉള്ളത്. അപ്പം ഈ ഒരു ഏജ് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും. ഈ സമയത്താണ് ഈ ആർത്തവത്തിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത്. മാസമുറ റെഗുലറായിട്ട് പ്രതിമാസം വരുന്നത് ചിലപ്പം നിൽക്കുക, കൂടുതൽ രക്തസ്രാവം ഉണ്ടാകുക, പിന്നെ വയറുവേദന, അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ടാണ് ആദ്യം ഇവർ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് തന്നെയാണ് ഡയബറ്റീസ്, പിന്നെ എല്ലിൻ്റെ തേയ്മാനം, പിന്നെ ബ്ലഡ് പ്രഷർ, ഈ വിധത്തിലുള്ള വിഷമങ്ങളും കൂടുതലായി ഉണ്ടാകുന്നത്, തെളിഞ്ഞു വരുന്നത്. അപ്പോൾ ഈ 40+ ആകുമ്പോഴേക്ക് ഒരു തറോ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആധുനിക സ്ത്രീകൾ മുതിരുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ പലതും കണ്ടുപിടിക്കുന്നത്. മാഡം സൂചിപ്പിച്ച പ്രശ്നങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും സാധാരണ അല്ലെങ്കിൽ ഏറ്റവും അധികം ആശങ്ക ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞമാതിരി കൃത്യമായി ആർത്തവം നടന്നുകൊണ്ടിരുന്നു, പൊടുന്നനെ ഒന്നുകിൽ ആർത്തവം നടക്കുന്നില്ല, അല്ലെങ്കിൽ വളരെ ചുരുക്കം മാത്രം നടക്കുന്നു, അല്ലെങ്കിൽ പല ആളുകൾക്കുള്ള പ്രശ്നം നിയന്ത്രണമില്ലാതെ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ആണ്, ഒരുപാട് വർദ്ധിച്ചു വരുന്ന ബ്ലീഡിംഗ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആർത്തവ പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ എന്താകാം? ഇത്തരത്തിലുള്ള ആർത്തവ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം ഈ ആർത്തവ നിൽക്കാനുള്ള സമയത്തുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് ആണ്. അപ്പോൾ ആ ഹോർമോൺ ചേഞ്ചസിൽ ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ കുറയുകയും, ഈസ്ട്രജൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള സ്ത്രീ ഹോർമോണാണ്, അത് ഉൽപ്പാദിക്കുന്ന ഓവറിയിലാണ്. അപ്പോൾ ഈ ഓവറിയിൽ ഇതിൻ്റെ വ്യതിയാനം വരുമ്പോഴേക്ക് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അതിലൊന്നാണ് ഈ ആർത്തവ വിരാമം. ആ വിരാമ സമയത്ത് തന്നെയാണ് ഇങ്ങനെയുള്ള ബ്ലീഡിങ്ങും കൂടുതൽ, രക്തസ്രാവം കൂടുതലായിട്ടുണ്ടാകുന്നത്. ഇത് മാത്രമല്ലാതെ ഇതോടനുബന്ധിച്ച് ഫൈബ്രോയിഡായത് ഗർഭപാത്ര മുഴകളുണ്ടാകാം, പിന്നെ ഓവറിയിൽ മുഴകളുണ്ടാകാം. കൂടാതെ ഈ തൈറോയ്ഡ് ഹോർമോൺ ഇതിനെ ബാധിക്കാം. കൂടാതെ ഇതിൻ്റെ കൂടെ ഈ ക്യാൻസറും വളരെ ചെറിയ ശതമാനം എത്തി നോക്കാം. ഈ സമയത്താണ് ഈ കൃത്യമായിട്ടുള്ള ഒരു ഗൈനക്കോളജിക്കൽ ചെക്കപ്പ് ആവശ്യമായിട്ടുള്ളത്. പക്ഷെ പലരിലും ഈ 40-നോട് അടുത്ത് അല്ലെങ്കിൽ 40-ന് ശേഷം ഉണ്ടാകുന്ന ഈ അമിതമായ ആർത്തവം പലരിലും ഗുരുതരമായ പ്രശ്നങ്ങളെ തുടർന്നാകാനുള്ള സാധ്യത കുറവാണ്, അല്ലെ? പലപ്പോഴും ഹോർമോൺ വ്യതിയാനമോ അല്ലെങ്കിൽ ചെറിയ ഫൈബ്രോയിഡ് യൂട്രസോ ഗുരുതരം ആയിക്കൂടാന്നില്ല, ഒരു ചെറിയ ശതമാനം ഗുരുതരം ആകാം. അതായത്
ഇപ്പോൾ യൂട്രസിന്റെ അകത്ത് തന്നെ മുഴയുണ്ടെന്ന് വെച്ചോളൂ, ആ ഭിത്തിയുടെ അകത്ത് മുഴയുണ്ടെങ്കിൽ അത് ഗുരുതരമാണ്. അപ്പം നിയന്ത്രിക്കാൻ അതീതമായിട്ടുള്ള ബ്ലീഡിങ് വരുവാണെങ്കിൽ ആ സ്ത്രീക്ക് നേരത്തെ തന്നെ യൂട്രസ് എടുത്തു മാറ്റേണ്ടി വരും. ഓക്കെ, നമ്മൾ ഈ ആർത്തവ വിരാമത്തോട് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സൂചിപ്പിച്ചത്. ഈ ആർത്തവ വിരാമം സാധാരണ ഏത് പ്രായത്തിലാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഒരു വരവരച്ച് നമുക്കൊരു പ്രായം പറയാൻ പറ്റത്തില്ല, എങ്കിലും നമുക്കൊരു 45-നും 50-നും ഇടയ്ക്ക് ആർത്തവ വിരാമം സംഭവിക്കാം. ഇപ്പോൾ ഇത് ലോകം മുഴുക്ക ഉള്ള സ്ത്രീകൾക്ക് നേരിടുന്ന ഒരു പ്രശ്നമാണ്. വെസ്റ്റേൺ സ്ത്രീകളും നമ്മളുമായിട്ടുള്ള ഒരുപാട് വ്യത്യാസമുണ്ട്. അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ആഹാര രീതി എല്ലാം പ്രത്യേകമാണ്. അപ്പം അവർക്കുണ്ടാകുന്നത് പോലെയുള്ള സൂക്കേടുകളെല്ലാം നമുക്ക് വരുന്നത്. അവർ മിക്കവാറും ഓറൽ പിൽസൊക്കെ കഴിക്കും, ധാരാളം കഴിക്കും. നമ്മളെ സ്ത്രീകൾ കഴിക്കുന്നില്ല. നമ്മളെ സ്ത്രീകളിൽ ധാരാളം പേരും ഈ ആർത്തവം വിരാമം വരുന്ന നാച്ചുറൽ വേയിലാണ്. അപ്പോൾ 45-നും 50-നും ഇടയ്ക്കും പിന്നെ 50-55 സ്ത്രീകൾക്കും ഞാൻ കാണാറുണ്ട് പ്രശ്നങ്ങളുമായിട്ട് വരുന്നുണ്ട്. പിന്നെ 55 വരെ റെഗുലർ പീരീഡ് വന്നിട്ട് പിന്നെ സാധാരണഗതിയിൽ ഒരു ബിറ്റ്വീൻ 45 and 50 ആണ്. 55-ന്റെ അടുത്ത് പറയാം ഉണ്ടാകും. ഈ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് ഉണ്ടാകാവുന്ന ചില ശാരീരിക അസ്വാസ്ഥ്യങ്ങളില് ആദ്യം പ്രധാനമായിട്ട് ഇവർക്ക് ഒരു തലയുടെ ഭാഗത്തും കാതില് ഉച്ചിയിലൊക്കെ ഒരുമാതിരി ചൂട് അനുഭവപ്പെടും. അതോടുകൂടി വിയർക്കും. പിന്നെ ഇവർക്ക് ശ്രദ്ധ കാണിക്കില്ല. പിന്നെ ഉറക്കം, വിഷമങ്ങൾ, തടസ്സങ്ങൾ വരും. പിന്നെ ഹസ്ബൻഡുമായിട്ടുള്ള വേഴ്ചയ്ക്ക് ഇഷ്ടമായിരിക്കത്തില്ല. പിന്നെ വേണ്ടതിനും വേണ്ടാത്തിനും ദേഷ്യം വരും. എപ്പോഴും ഒരു ഇറിറ്റബിൾ മൂഡായിരിക്കും. ഈ ഏകാഗ്രത കുറയുക, ഇങ്ങനെയുള്ളതാണ് ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അവർ സ്വന്തമായിട്ട് ശരീരത്തിൽ മാറ്റം കാണുന്നത് അവരുടെ ശരീരത്തിലെ ത്വക്കിൻ്റെ ഗ്ലാമർ പോവും, ചുക്കിച്ചുളിയുക. അപ്പോൾ അവർക്ക് തന്നെ ബ്രസ്റ്റിൽ തന്നെ പല ചേഞ്ചസ് വരും. അപ്പം അതെല്ലാം അവർ മനസ്സിലാക്കണുണ്ട്. പിന്നെ ഈ യോനി ഭാഗത്ത് ഡ്രൈനെസ് വരും, അതായത് നനവ് കുറയും. അപ്പോഴേക്ക് വേഴ്ചയിൽ ഭയങ്കര വേദന അനുഭവപ്പെടും. പിന്നെ ഇതോടുകൂടി അണുബാധ വരും. അപ്പോൾ ചൊറിച്ചിൽ വരും. പിന്നെ മൂത്രത്തിൽ ഒരു കൺട്രോൾ ഇല്ലാതെ വരും. അതെല്ലാം ഈസ്ട്രജൻ്റെ കുറവ് കൊണ്ടാണ്. ഇതൊക്കെയാണ് ആദ്യം വരുന്നത്. പിന്നെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴാണ് നമ്മൾ ഈ ഓസ്റ്റിയോപൊറോസിസ്, അതായത് എല്ല് തേയ്മാനം കൊണ്ടുണ്ടാകുന്ന വിഷമങ്ങൾ വരും. പിന്നെ ഈ അതിറോസ്ക്ലോറോസിസ്, ഈ രക്തക്കുഴലുകളിലെ പ്രശ്നങ്ങൾ വന്നിട്ട് ഹാർട്ട് അറ്റാക്കും മറ്റേ ഹൈപ്പർ ടെൻഷനും ഒക്കെ വരാം. പിന്നെ തലച്ചോറിൽ രക്തക്കുഴലുകൾ ബ്ലോക്ക് വന്നിട്ട് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ളതാണ്. അപ്പം പിന്നെ ഡോക്ടർ സൂചിപ്പിച്ചപ്പോൾ ഇപ്പം ആർത്തവ വിരാമം അടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ എല്ലാവർക്കും ഈ ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നോ അല്ലെങ്കിൽ എല്ലാവർക്കും തീവ്രമായി തന്നെ അനുഭവപ്പെട്ടു കൊള്ളണമെന്നോ ഉണ്ടോ? അതോ ചിലർക്ക് വളരെ നിസാരമായി ഉണ്ടാകാറുള്ളോ? ഏത് ഘട്ടത്തിലാണ് ഇത്തരം ലക്ഷണങ്ങൾ ചികിത്സ അർഹിക്കുന്നത്? ശ്രീജിത്ത്, എൻ്റെ അനുഭവത്തിൽ ഈ കൂടുതലും ഞാൻ കാണുന്ന പേഷ്യൻറ്റിൽ ഈ ആർത്തവ വിരാമത്തെ കുറിച്ച് കൂടുതൽ അറിവുള്ളവർ, ബുക്കുകളിലും ഡോക്ടർമാരിൽ നിന്നും പല വിധത്തിലുള്ള വിജ്ഞാനം നേടിയിട്ടുള്ള സ്ത്രീകളും ഹൈ സൊസൈറ്റി സ്ത്രീകളുമാണ് ധാരാളം ഇത് അനുഭവപ്പെടുന്നത്. ഈ പാവപ്പെട്ട സ്ത്രീകൾ, വിദ്യാഭ്യാസം കുറഞ്ഞ സ്ത്രീകൾ, അവർ വീട്ടിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളിലും അവർക്ക് ഈ അല്ലാതെ തന്നെ അവർക്ക് പല വിധത്തിലുള്ള സംഘർഷം ജീവിതത്തിലുണ്ട്. അപ്പോൾ ഇത് ആർത്തവ വിരാമത്തിൻ്റെ സംഘർഷമാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൂടുതൽ സ്ത്രീകളും ഈ ആർത്തവ വിരാമമായിട്ട് വരുന്നത് ഹൈ സൊസൈറ്റി ആൾക്കാരും കൂടുതൽ ഇപ്പം വായിച്ചും കണ്ടും കേട്ടുമുള്ള അവർക്കാണ് ഇത് കൂടുതലുള്ളത്. മാഡം സൂചിപ്പിച്ച ഈ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളിൽ എല്ലാവരിലും ഗുരുതരമായി ഭവിക്കാറുണ്ടോ? ഇത്തരം പ്രശ്നങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടോ? ചികിത്സയുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാലും പേഷ്യന്റിന് എല്ലാവർക്കും ചികിത്സ ആവശ്യം വരത്തില്ല. വളരെ കുറച്ച് പേഷ്യൻസിന് ചികിത്സ വേണ്ടി വന്നാൽ തന്നെയും അവർ നല്ല പോലെ ഒരു സ്ക്രീനിങ് ആവശ്യമാണ്. കാരണം നമ്മൾ ഇവർക്ക് കൊടുക്കേണ്ടുള്ളത് ഈസ്ട്രോജൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയാണ്. അപ്പോൾ ഈസ്ട്രോജൻ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എല്ലാവർക്കും യോജിക്കത്തില്ല. കാരണം ഒരു പ്രശ്നത്തിന് പോകുമ്പം പല പ്രശ്നങ്ങളാണ് അതിൽ നിന്ന് വരുന്നത്. പ്രത്യേകിച്ചും ക്യാൻസർ, ത്രോംബോഫ്ലെബൈറ്റിസ് ഇങ്ങനെയുള്ള സൂക്കേടുകൾക്ക് ഇത് കൂടുതൽ സാധ്യത കൂട്ടുന്നു. അതുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ പഠിച്ചതിന് ശേഷം, പേഷ്യൻറ്റിനെ നോക്കിയതിന് ശേഷമേ
അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ചില മൂഡ് എലിവേറ്റർ, ചില ട്രാങ്കുലൈസർ ഇതെല്ലാം കൊടുക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പൊതുവെ ഒരു വിഷാദം അനുഭവപ്പെടുകയാണെങ്കിലോ അതൊക്കെ ചികിത്സിക്കാം. പക്ഷേ ഈ ഹോർമോൺ ചികിത്സ എല്ലാവരിലും വേണ്ടി വരില്ല. ആൻഡ് പലരിലും ഈ പറയുന്ന മാതിരിയുള്ള പ്രശ്നങ്ങൾ താരതമ്യേന ലഘുവായിരിക്കാം. അത് ഒരു ചികിത്സിക്കേണ്ട ഒരു സംഗതിയല്ല, നമ്മൾ പക്ഷെ അറിഞ്ഞിരിക്കേണ്ട സംഗതി.